കാര്യം പെൺകുട്ടികൾ പ്രായമായ കല്യാണം കഴിച്ചു വിടണം, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. വിട്ടാലോ അവരിറങ്ങി പോകുമ്പോ അത് സഹിക്കാനും വയ്യ. അമ്പയെ കെട്ടിച്ചു പോയപ്പോ ഒരാഴ്ച എനിക്ക് ഊണുമില്ല ഉറക്കമില്ല. വല്ലാത്തൊരു ഇടപാടാ. കെട്ടിയ പെണ്ണെ കൊണ്ടുപോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, എന്നാലും ഇനി 2-3 മാസത്തേക്ക് വലിയ വിഷമാ. എന്നാലോ 1-2 കൊല്ലം കൂടെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 5-6 ദിവസം കൂടുതൽ നിന്നാ പേടിയാ. എന്താണാവോ പ്രശ്നം? പിണങ്ങിപ്പോന്നതാണോ അല്ലെങ്കിൽ ഇറക്കി വിട്ടതാണോ? മനുഷ്യന്മാരുടെ കാര്യേ വല്ലാത്ത കെട്ടുപിണച്ചില്ല. ഇതിപ്പോ കുഞ്ഞമാമയും കൂടിയാ പോണേ, അത് അതിനേക്കാൾ പ്രശ്ന. എന്റെ ചിറകൊടിഞ്ഞ പോലെ ആവും. കൊയ്ത്തിന്റെ സമയാവല്ലേ? എന്നാ കൊയ്ത്ത് കഴിയണവരെ മൂപ്പരോട് നിൽക്കട്ടെ. വേണ്ട, നളിനിയെ പിരിഞ്ഞിരിക്കാൻ വിഷമുണ്ടാവും. മൂപ്പരിവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് സഹായമൊന്നുമില്ല. അറിയാലോ, കമഴ്ന്ന് കിടക്കണ പ്ലാവിലെ എടുത്ത് മലർത്തിയിടില്ല. എന്നാലും എനിക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ 4 ചീത്ത പറഞ്ഞ് മെക്കിട്ട് കയറാലോ. അതെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ? കുഞ്ഞമാമ ഭയങ്കര കരച്ചില്. എന്തിന്? ചോദിച്ചിട്ടൊന്നും പറയണില്ല. എന്താടാ ഇത്? എന്തിനാ നീ ഇങ്ങനെ കരയണേ? കാര്യം എന്താന്ന് പറയേ. കുഞ്ഞമാമേ, എന്താ അത്? എന്താ ഉണ്ടായേ? എന്താമേ? അവന് പോണ വിഷമം കൊണ്ടായിരിക്കും. ഓഹോ, നള്ളിയുടെ കൂടെ അല്ലേ പോണേ? പിന്നെന്തിനാ കുഞ്ഞമാമ വിഷമിക്കണേ? മൂന്നര ചെറുപ്പം മുതലേ കുഞ്ഞമാമയ്ക്ക് അറിയാം. കുഞ്ഞമാമയ്ക്ക് അവിടെ സുഖമായിരിക്കും. എനിക്ക് വേണ്ട സുഖം. മരിക്കണ വരെ എന്റെ ചാട്ടവും ചീത്ത കേട്ട് കഴിഞ്ഞാൽ മതി. എന്താ കുഞ്ഞമാമ പറയണേ? എന്നെ പറഞ്ഞു വിടരുത് പോലെ. എന്നാ കുഞ്ഞമാമ ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പോണ്ടേ പോണ്ട, അതല്ല തമാശ. എന്നാ രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം പോ. എല്ലാരും കൂടെ മനുഷ്യനായിട്ട് വലയ്ക്കുക. പോവാം, ലേറ്റ് ആയ ബസ്സില്ല. പറ്റേട്ടാ. ശോഭേ, താൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങടോ. ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണണ്ടേ? കാണാൻ മാത്രമുണ്ട്. താഴേക്കൊന്ന് ഇറങ്ങിക്കൂടെ തനിക്ക്? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലമുണ്ടോ ഈ വീട്ടില്? പൊടിയും ചാണകവും അരച്ചിട്ട് വയ്യ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. കൃഷിക്കാരുടെ വീടാണ്, ഇത്രയൊക്കെ സൗകര്യങ്ങളെ ഉണ്ടാവും. കൃഷിക്കാരുടെ വീടായതുകൊണ്ട് വൃത്തി പാടില്ലെന്നുണ്ടോ? ഞാൻ കാണാത്ത ഒന്നുമല്ല കൃഷിക്കാരൻ. എന്റെ ഒരു അങ്കിൾ ഒന്നാന്തരം കൃഷിക്കാരനാ. റബ്ബറും ഏലവും തേയിലയും ഒക്കെ ഉണ്ട്. അങ്കിളുടെ വീട്ടിൽ ഒരു ദിവസം പോവാം, ഒന്ന് കണ്ടു നോക്ക്. അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അവര് കൃഷിക്കാരല്ല, പ്ലാന്റേഴ്സ്. ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. താൻ ഇങ്ങനെയായ ഇവിടെ ഒറ്റപ്പെടും. ഏടത്തിയും സുധയും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇടപഴകണം. ഇടപഴകൽ എല്ലാവർക്കും ആവാം, ഞാൻ മാത്രം പോരാ. ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാക്കിറങ്ങിപ്പോവും. എന്നോടാകെ ഇത്തിരി സ്നേഹം കാട്ടിയത് അംബികയെടുത്തിയാ. സുധയ്ക്ക് എന്നെ ഇഷ്ടമായിട്ട് കൂടിയില്ല. ഒക്കെ തന്റെ തോന്നല. തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ പേടിയുണ്ടാവും, അതാ. അത്ര ഭയങ്കരിയാ ഞാൻ? അതല്ല ശോഭേ, വലിയ വീട്ടിലെ പെണ്ണ്, പഠിച്ചവള്. എന്ത് പറഞ്ഞാലാണ് ഇഷ്ടമാവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. താൻ ചെല്ലുക, അവരോടൊപ്പം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇന്നലെ തന്നെ കണ്ടില്ലേ ഏട്ടന്റെ ഒരു ഉത്സാഹം? കണ്ടു. കൊള്ളിക്കിഴങ്ങ് അമൃതല്ലേ, ഒരു ചേഞ്ചിനൊക്കെ കൊള്ളാം. എന്നും കഴിക്കാൻ പറ്റുമോ? എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയോ സുതി ഒരു വാക്കുമിണ്ടിയോ? ഏട്ടന്റെ ഒരു ചിരി, ഭക്ഷണ സാധനം വായിലിട്ടിട്ട് അട്ടാസിക്കണേ, എന്റെ പാത്രത്തിൽ തെറിച്ചിട്ടുണ്ടാവും. കൃഷിക്കാരും നാട്ടുമ്പുറത്തുകാരും ഒക്കെ ആവാം. മറ്റാളുകളും കൂടി ഭക്ഷണം കഴിക്കണമെന്നോർത്താ ഒരു തെറ്റുമില്ല. താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആകെ പ്രശ്നമാവും. ആഹാ, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ? എനിക്കെന്താ അടുക്കളയിൽ വന്നാൽ? എനിക്കും പഠിക്കണമെല്ലാം. ഞാൻ പഠിപ്പിച്ചേരാ, എന്റെ കൂടെ നിന്നോ. വന്ന കാലത്ത് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. നല്ല എന്റെ ഗുരു. ഇതെന്ത് കറിക്കാണമ്മേ? സാമ്പാറിന്. അപ്പൊ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ? അത് സാമ്പാറിനുള്ള പരിപ്പാ. അതൊരു വേവാവുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം. ഞാൻ ഇട്ട് നോക്കാം. ഇട്ടോ?
അയ്യോ പൊള്ളിയാ മോളെ, തുണി കൊണ്ടെടുക്കണം. സാരില്ല. അയ്യോ തെറിച്ചോ? ഇത്തിരി തുപ്പല് വരട്ടെ, നക്കിയാ മതി. വേണ്ട, അമ്മ നോക്കട്ടെ. അയ്യോ, അല്ലെങ്കിൽ കൈ കൊമളിക്കും മോളെ. അതിന് നക്ക തെറ്റുണ്ടോ ഇവിടെ? അമ്മ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ? അല്ലെങ്കിൽ അവിടെ കൈ പൊള്ളി വീർക്കും മോളെ. വീർത്തോട്ടെ. എന്താ? ഒന്നുമില്ല. മാനത്തുനിന്ന് പൊട്ടി വീണതല്ലേ? പൊട്ടി വീണിട്ടൊന്നുമല്ല, എനിക്ക് തുപ്പൽ അറപ്പാ. എന്തൊക്കെ രോഗാണുക്കൾ ഉണ്ടാവും. എന്താടി, എന്താ ഉണ്ടായേ? ഇവിടെ ആർക്കും മഹാരോഗമൊന്നുമില്ല. എന്താമ്മേ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നീ ആ കഷ്ണം വിട്ട് അരപ്പ് കൂട്ട. സിനിമാണാ? സുധ എന്തെങ്കിലും പറഞ്ഞൂന്ന് വെച്ച് ശോഭ പിണങ്ങൊന്നും വേണ്ട. അവൾക്ക് ഇത്തിരി വാശിയും ശുണ്ടിയുണ്ട്. ഏട്ടന്മാരുടെ പുന്നാര കുട്ടിയല്ലേ. നമ്മള് വന്നു കയറിയ പെണ്ണുങ്ങളാ. നമ്മൾ വേണം എവിടെയും താഴ്ന്നു കൊടുക്കാൻ. എന്നാലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂ. ഞാൻ ഈ കുടുംബത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കാൻ വന്നതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. ദേഷ്യം വന്ന കണ്ണ് കാണില്ല. കൈ കിട്ടണത് എന്തും എടുത്തെറിയും. ഇവിടെ വന്ന ആ സ്വഭാവം എടുത്താൽ ഇടിച്ചെല്ലൊടിക്കും. അതുകൊണ്ട് മാറി. പെണ്ണുങ്ങൾ അങ്ങനെയാ. സ്വന്തം വീട്ടിൽ ഒരു സ്വഭാവം, കെട്ടിക്കൊണ്ടുവരുന്ന വീട്ടിൽ ഒരു സ്വഭാവം. എനിക്ക് അങ്ങനെയൊന്നും മാറാൻ പറ്റില്ല. ഇത്തരം ചീത്ത സ്വഭാവങ്ങൾ ഒന്നുമില്ല എനിക്ക്. ഇത്തിരി വൃത്തിയിലും അന്തസ്സിലും വളർന്നു. അത് ചീത്തയാണോ? എന്നല്ലേ ഏടത്തി പറഞ്ഞത്. ഞാൻ എന്റെ അനിയത്തിയോട് പറയണ പോലെ പറയണതാ. പറഞ്ഞു തരേണ്ട കടമയുണ്ടല്ലോ. ഇവിടെ വന്ന അന്ന് മുതൽ തുടങ്ങി ചട്ടം പഠിപ്പിക്കല. പണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോയപ്പോ കണ്ടിട്ടുണ്ട് കാട്ടാനെ ചട്ടം പഠിപ്പിക്കുന്നത്. ഇവിടെ അതിനേക്കാൾ ഭയങ്കര. ഞാനൊന്നും പറയില്ല. അനി വരൂ, ഊണ് കഴിക്കാം. ഞാൻ വന്നോളാം. ശോഭമോളെ, ഹായ് അംബിക എടുത്തി. നീ പോയിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. എനിക്ക് കുട്ടിയോട് വർത്താനം പറഞ്ഞു കൊതി മാറിയില്ല. ഞാനിങ്ങ് പോന്നു. കുട്ടികളും ദിവാരനും വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വൈകുന്നേരം പോണേ. ഞാൻ ഊണെടുത്ത് വയ്ക്കാം. രണ്ടാളും കൂടി താഴേക്ക് വന്നോളൂ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? വാ ഇരിക്ക്. അന്ന് കണ്ടതിലും ക്ഷീണിച്ചുട്ടോ. ക്ഷീണിക്കും. പയ്യെ തിന്ന പനയും തിന്നാം. ലേഡി ക്യാപ്റ്റൻ എന്താ പറയണേ? ലേഡി ക്യാപ്റ്റനോ? ഏട്ട ക്യാപ്റ്റൻ ആവുമ്പോ ലേഡി ക്യാപ്റ്റൻ ആവണല്ലോ. എന്നെ കണ്ടൂടാ. എന്റെ ഏട്ടനോട് ഞാൻ മിണ്ടണതും 10 കാശ് ചോദിക്കണതും ഇവർക്ക് ഇഷ്ടമല്ല. എന്റെ ഏട്ടനെ ഇത്ര പിശുക്കനാക്കിയത് ഇവരാ. നല്ല സമ്പാദ്യമുണ്ട് കയ്യില്. ദേ എന്റെ കഴുത്തിൽ കിടക്കണ കണ്ടോ? 1 പവൻ. അവരുടെ കഴുത്തിലും കയ്യിലും കണ്ടോ? പുറത്തെടുക്കാത്തത് ഇഷ്ടം പോലെ ഇനിയുണ്ട്. അംബിക എടുത്തിക്ക് ഞാൻ 2 വള തരുന്നുണ്ട്. എന്റെ ഈശ്വരാ, എന്റെ ആങ്ങളമാര് പോലും പറയാത്ത വാക്കാ. അമ്പികടുത്തേക്ക് ഇനി നിങ്ങളൊക്കെ ഉള്ളൂ. അംബിക എടുത്തി, ഇനി കുറച്ചു ദിവസം എന്റെ അടുത്ത് നിൽക്ക്. ഞാൻ ഇവിടെ ബോറടിക്കുക. ഏടത്തേക്ക് ഇന്ന് തന്നെ പോണം. പോയിട്ട് പിന്നെ വരാം. ഞാനൊരു സത്യം പറഞ്ഞ ശോഭക്കുട്ടി വിഷമിക്കരുത്. എന്റെ സ്വന്തം അനിയത്തെ പോലെ ആയതുകൊണ്ട് പറയണ. വിജയൻ ശോഭയെ കല്യാണം കഴിച്ചത് ഇവിടെ ആർക്കും ഇഷ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ലേഡിക്ക്. നല്ലിനെ കെട്ടിക്കണമെന്നായിരുന്നല്ലോ പ്ലാൻ. സ്വത്ത് കൊടുക്കണ്ടല്ലോ. അവളാവുമ്പോ പറഞ്ഞത് കേട്ട് നിന്നോളും. ഏട്ടനാണെങ്കിലോ ഭാര്യ പറയുന്നാണ് നിയമം. അതുകൊണ്ട് പോരുണ്ടാവും. അത് നോക്കി നിന്നോളണം. എന്റെ അനിയത്തേക്കാണ്. എന്നാലും ആ ചെറിയ വിത്തുണ്ടല്ലോ സുധാ, ചൊറിയൻ ചേമ്പ് വാശിക്കാരിയാ. വിജയൻ നള്ളിയെ കെട്ടാത്തതിനുള്ള വാശിക്കാ പെണ്ണ് കണ്ട് ഉറപ്പിച്ചു പോയ ചെക്കനെ നള്ളിക്ക് വിട്ടുകൊടുത്തത്. അങ്ങനെയാണോ? അറിയാൻ ഇനി എന്തൊക്കെ കിടക്കണോ? അമ്പയെടുത്തി പറഞ്ഞുതരാം. ഈ കാതി കിടക്കണത് എത്ര പവനുണ്ടാവും? അറിയില്ല. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാ? ഇതുപോലൊരെണ്ണം ഞാൻ തരാം. ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയും? അമ്പയെടുത്ത് ഇങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല. വാ.